എന്റെ അബോഷൻ അവരെല്ലാരും കൂടെ ആഘോഷിക്കട്ടെ. ഇതറിയുമ്പോ കേക്കുമായിട്ട് വരും ആ മേഘൻ. അവര് 4 ആളും കൂടി കേക്ക് മുറിക്കുകയും പടക്കം പൊട്ടിക്കുകയും ഒക്കെ ചെയ്യട്ടെ. സ്വന്തം അമ്മ പോലും പേരക്കുട്ടി മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ളവരെ പറ്റിക്കുന്നതില് എനിക്കൊരു കുറ്റബോധവും ഇല്ല. സത്യങ്ങൾ മനസ്സിലാക്കാതെ ആൾക്കാരെ തിരിച്ചറിയാൻ കഴിയാതെ ഞാനൊരു സമയത്ത് കണ്ണേട്ടിനെ സ്നേഹിക്കുന്ന ഇടത്തിയെ ഞാൻ അവർക്കൊപ്പം ചേർന്ന് ഒറ്റപ്പെടുത്താൻ നോക്കി. ഒരുപാട് തള്ളി പറഞ്ഞു. അതില് മാത്രമേ എനിക്കിപ്പോ വിഷമമുള്ളൂ. അതില് ദൈവമായിട്ട് എനിക്ക് അതിന്റെ ഇരട്ടി തിരിച്ചടി തന്നു. ഇനി ആ തിരിച്ചടിയിൽ നിന്നും പാഠം ഉൾക്കൊണ്ട് എന്റെ ഏട്ടന്റെ ഏട്ടത്തിയുടെ നിഴലായിട്ട് ജീവിക്കാൻ തന്നെയാ എന്റെ തീരുമാനം. കണ്ണേട്ടനെ പോലൊരു ഏട്ടനെ അധികം പെൺകുട്ടികൾക്കൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല ഏടത്തി. ഒരു നോട്ടം കൊണ്ട് പോലും എന്റെ ഏട്ടനെ ഇനി ആര് സങ്കടപ്പെടുത്തിയാലും അവരെന്റെ ശത്രുക്കള് തന്നെയാ. രക്ഷപ്പെട്ടയാളെ ഇതുവരെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ആ അയ്യപ്പന്റെ നിലയും അതീവ ഗുരുതരമാണ്. കാടിനകത്തുകൂടെയുള്ള അത്തരം യാത്രകൾക്ക് പോലീസ് കർശനമായ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. അതിന് മറികടന്നുകൊണ്ടാണ് 3 അയ്യപ്പന്മാരും ആ വഴി സഞ്ചരിച്ചത്. കൂട്ടത്തിൽ രക്ഷപ്പെട്ടയാളിപ്പോൾ പെരിനാടിനടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ ICUവിലാണ്. ഡോക്ടർമാർ വിദഗ്ധ ചികിത്സ ഇത് സാറിനോട് പറയണ്ട മാർക്കോ? പറയണം. ഉറക്കം കഴിഞ്ഞോ സാറേ? ചെറുതായിട്ടൊന്ന് മയങ്ങി. എന്നാ പിന്നെ പോവാം. ഒരു പ്രശ്നമുണ്ട് സാറേ. കൊക്കയിലേക്ക് വീണ 2 എണ്ണം തീർന്നു. ഒരുത്തൻ രക്ഷപ്പെട്ട് പെരിനാടിനടുത്ത് ഏതോ ഹോസ്പിറ്റലിലാ. രണ്ടുപേര് മരിച്ചല്ലേ? 3 മരിക്കേണ്ടതായിരുന്നു. എന്നുവെച്ചാ അയ്യപ്പന്റെ വേഷം ഇട്ടുകൊണ്ടല്ലേ വന്നത് കൊലവിളിയുമായിട്ട്. ഇപ്പൊ ഈ 3ാമൻ രക്ഷപ്പെട്ടതാ നമുക്ക് തലവേദനയായിരിക്കുന്നത്. അവനെങ്ങാനും നടന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ വലിയ തലവേദനയാണ് സാറേ. അത് വലിയ തലവേദന ഒന്നും അല്ലടാ. അവന്മാരെ തള്ളിയിട്ട് കൊന്നത് നമ്മളാണെന്ന് രക്ഷപ്പെട്ടവൻ ഒരിക്കലും പറയാൻ പോകുന്നില്ല. അങ്ങനെയെങ്കിൽ അവനും അവനെ വിട്ടവരുമാണ് കുടുങ്ങാൻ പോകുന്നത്. ഇവിടെ അതല്ല പ്രശ്നം. ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാ. അങ്ങനെയെങ്കിൽ അവന്റെ നാവിന്നായിരിക്കും സാറ് നടന്നു തുടങ്ങിയ വിവരം മറ്റുള്ളവരറിയാൻ പോകുന്നത്. നമുക്ക് ആ ഹോസ്പിറ്റലിൽ വരെ ഒന്ന് പോയാലോ? അത് ഞാൻ അങ്ങോട്ട് പറയാൻ വരികയായിരുന്നു സാറേ. എന്നാ പിന്നെ സാഗറിനൊപ്പം സാർ ഇരിക്കേ. ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയിട്ട് അവന്റെ അവസ്ഥ എന്താണെന്ന് അറിഞ്ഞിട്ട് വരാം. അല്ല, അത് കുഴപ്പമാവോ? ഇപ്പോൾ നമ്മൾ ആ അപകടത്തിന് പിന്നിലെന്ന് ആ രക്ഷപ്പെട്ടവന് മാത്രമേ അറിയൂ. ഇനിയിപ്പോ നിങ്ങളവനെ അന്വേഷിച്ചു പോയാ നിങ്ങൾ ആരാണെന്ന ചോദ്യമൊക്കെ വരില്ലേ? അതൊക്കെ ഞങ്ങൾ നയത്തിൽ ഡീൽ ചെയ്തോളാം സാറേ. എന്തായാലും രക്ഷപ്പെട്ടവന്റെ നില ഗുരുതരമായിരിക്കും. അത്രയ്ക്ക് താഴ്ചയിലേക്കാ അവൻ പോയത്. പിന്നെ പോയ പോക്കില് വല്ല മരച്ചില്ലയോ മറ്റോ അവന്റെ കയ്യിൽ കിട്ടിയോന്നറിയില്ല. അതിൽ തൂങ്ങിയായിരിക്കും ചിലപ്പോൾ അവൻ രക്ഷപ്പെട്ടത്. എന്നാ പിന്നെ വണ്ടിയിലോട്ട് കയറാം. എന്നിട്ട് ഓട്ടോ കിട്ടുന്ന ജംഗ്ഷനിൽ നിർത്തണം. ഞങ്ങൾ ഓട്ടോയിൽ കയറി ഹോസ്പിറ്റലിൽ പോയിട്ട് വരാം. ശരി ശരി. മേഘ, നിനക്ക് ആ ഹോസ്പിറ്റലിലെ നമ്പർ കിട്ടിയ സ്ഥിതിക്ക് അങ്ങോട്ടൊന്ന് വിളിച്ചു നോക്കടാ. എന്നിട്ട് ആർക്കാ പരിക്ക് പറ്റിയൊന്നും അന്വേഷിക്കേ. ഈ ടെൻഷൻ ഇങ്ങനെ കൊണ്ടുവരുന്നാലേ ചിലപ്പോൾ ഹാർട്ട് അറ്റാക്ക് വരും മക്കളെ. ഞാൻ അതുകൊണ്ട് വിളിക്കാല്ലേ.
ഹലോ. ഞാൻ വിളിച്ചത് ശബരിമലയിൽ ഒരു അപകടം നടന്നല്ലോ. ആ, കൊക്കയില് വീണ ഒരാള് ഹോസ്പിറ്റലിൽ ഉണ്ടെന്നറിഞ്ഞു. അയാൾക്കിപ്പോ എങ്ങനെയുണ്ട്? വളരെ സീരിയസ് ആണ്. അയാൾ ആരാണെന്ന് വല്ല വിവരം കിട്ടിയോ? വ്യക്തമായിട്ടൊന്നും അറിയില്ല സർ. അയാളുടെ ഒരു ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയായിരുന്നു. അതിനകത്ത് സാഗർ എന്നാണ് പേര് കണ്ടത്. ആ, അത് ശരി. അപ്പം എനിക്ക് പരിചയമുള്ള ആളല്ല. ശരി സർ. എന്താടാ നീ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നേ? എന്താ പറ. നിങ്ങളെ ഹോസ്പിറ്റലിൽ കിടക്കുന്നത് അവനാ, സാഗർ. അപ്പൊ കണ്ണനും മാർക്കോയും പോയി. പോയോ? അല്ലടാ, അല്ല ഈ സാഗറിനാണ് അപകടം പറ്റിയതെങ്കിൽ കണ്ണനും മാർക്കോയാണ് മരിച്ചതെന്ന് പറയാൻ പറ്റൂ? കണ്ണൻ അല്ലെങ്കിൽ മാർക്കോ, അവരിൽ ഒരാൾ മരിച്ചു. പക്ഷേ മറ്റേ ആൾ ഇനി ലോപ്പസ് ആണെങ്കിലോ? ഒയ്യോ, പറഞ്ഞ പോലെ ശരിയാണല്ലോ. മറ്റൊരുത്തനൂടി പോയ കാര്യം ഞാൻ ഓർത്തില്ല. അല്ല, അതില് സാഗറിന് നല്ല സീരിയസാ. റിസപ്ഷനിസ്റ്റിന്റെ പറച്ചിലെടുത്ത് അവനും തട്ടിപ്പോവാനുള്ള സാധ്യതയുണ്ട്. എങ്കിൽ നീ രക്ഷപ്പെട്ടു അല്ലേ? അതെ അതെ. എടാ, മരിച്ച രണ്ടുപേരില് കണ്ണൻ ഉണ്ടായിരുന്നാ മതിയായിരുന്നു. അത് മാത്രം പോരങ്ങളെ, ആ മാർക്കോയും മരിക്കണം. അവൻ ജീവനോടെ ഇരുന്ന നമ്മുടെ ആയുസിന് വലിയ ബലമൊന്നുമില്ല. എടാ, കണ്ണൻ മരിക്കുകയും മാർക്കോ ജീവനോടെ ഇരിക്കുകയും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം ഈ നാട്ടിൽ നിന്നൊന്ന് മാറി നിൽക്കാം കേട്ടോ. എന്നിട്ട് മാർക്കോയും കൂടെ മരിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നാ മതി. ഇപ്പോഴും ആ ടെൻഷൻ അങ്ങോട്ട് ഒഴിഞ്ഞു പോയില്ലല്ലോ മകളെ. മാർക്കോ, ലോപ്പസ്, കണ്ണൻ, മൂന്നിൽ രണ്ടാരാണ്? അതേടാ, അതാണ് ഞാനും ആലോചിക്കുന്നത്. വരൂ എടുത്തി. ദർശനം കഴിഞ്ഞെന്നും പറഞ്ഞ് മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ. പിന്നെ എന്തിനെങ്ങനെ വിഷമത്തോടെ കാത്തിരിക്കുന്നേ? എന്നാലും കണ്ണേട്ടൻ ഇങ്ങ് വരാതെ എനിക്കൊരു സമാധാനവും ഇല്ല മഞ്ജു. പ്രത്യേകിച്ച് ദുസ്വപ്നങ്ങളൊക്കെ കണ്ടതല്ലേ. കൂടെ പോയിരിക്കുന്നതേ എന്തിനും പോകുന്ന ആൾക്കാരാ. അതുകൊണ്ട് കണ്ണേട്ടനെ ഓർത്ത് ഏട്ടത്തിക്ക് പേടി വേണ്ട. അയ്യപ്പസ്വാമിയുടെ കാര്യമായതുകൊണ്ട് വേണ്ടാന്ന് പറയാൻ പറ്റില്ലല്ലോ. അതുകൊണ്ടാ ഞാനങ്ങനൊന്നും പറയാതിരുന്നത്. മാലയിടുന്ന സമയത്തൊന്നും ഞാൻ അതിനെപ്പറ്റി സീരിയസ് ആയിട്ട് ചിന്തിച്ചിരുന്നില്ല. പക്ഷെ അതിന് ശേഷം എന്റെ മനസ്സിനകത്തൊരു ഭയം കടന്നുകൂടിയത്. അത്രയും വലിയ കയറ്റിറക്കമൊക്കെ അല്ലേ. കണ്ണേട്ടനാണെങ്കിൽ പഴയ അവസ്ഥയിൽ നിന്ന് മാറ്റമൊക്കെ വന്നിട്ടേ ഉള്ളൂ. ചെറിയ മുടന്തും ഉണ്ട്. അങ്ങനെയുള്ളപ്പോ ഇത്രയും പ്രയാസപ്പെട്ട് മല ചവിട്ടുന്നത് കുഴപ്പമാവോന്നൊരു ഭയം പോലെ. അയ്യപ്പസ്വാമിയിൽ ഇത്രയധികം വിശ്വസിക്കുന്ന ഇടത്തേക്ക് അങ്ങനെ ഒരു ഭയത്തിന്റെ ആവശ്യമുണ്ടോ? സ്വാമി എന്നെ കൈവിട്ടിട്ടില്ല ഇതുവരെ. എന്നാ പിന്നെ ഇവിടെയും കൈവിടില്ല. നോക്കിക്കോ, അധികം വൈകാതെ തന്നെ ഇപ്പോഴുള്ള കണ്ണേട്ടന്റെ മുടന്ത് മാറും. അങ്ങനൊരു ഉറപ്പ് തോമസ് സാർ തന്നിട്ടുണ്ട്. അങ്ങനെ മാറിയാ മതിയായിരുന്നു.
മാറുമെന്ന് മാത്രമല്ല എടുത്തി, അതിനുശേഷം ഒരാൾക്ക് ശക്തമായ തിരിച്ചടിയും കിട്ടും. വേറെ ആർക്കുമല്ല, ഓർമ്മ വെച്ച നാൾ മുതല് ഏട്ടത്തിയെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഏട്ടത്തിയുടെ അനിയത്തിക്ക്. അവര് സ്വന്തം കുഞ്ഞിനെ മടിയിലിരുത്തി ലാളിക്കുന്നത് ഏട്ടത്തിയെ കാണിക്കാനായിട്ടിരുന്നതല്ലേ? അതിനി തിരിച്ചായിരിക്കും സംഭവിക്കാൻ പോകുന്നത്. ഏട്ടത്തി കണ്ണേട്ടന്റെ കുഞ്ഞിനെ താലോലിക്കുന്നതും തലോടുന്നതും ഒക്കെ അവർക്ക് കാണേണ്ടി വരും. എനിക്കങ്ങനൊരു മത്സരമൊന്നും അവളോടില്ല മഞ്ജു. മത്സരമൊന്നും വേണ്ട, പക്ഷെ ദൈവം ചിലത് തീരുമാനിച്ചിട്ടുണ്ടല്ലോ, അത് നടന്നല്ലേ പറ്റൂ. അവർക്ക് കിട്ടാൻ പോകുന്ന ഏറ്റവും വലിയ തിരിച്ചടിയെ പറ്റിയാ ഞാനിപ്പോ പറഞ്ഞത്. അത് സംഭവിച്ചേ പറ്റൂ ഏട്ടത്തി. അതുകൊണ്ട് കണ്ണീട്ട മാല അഴിച്ചു വെച്ച് കഴിഞ്ഞാ രണ്ടാളും കൂടി പ്ലാൻ ചെയ്തതുപോലെ ഹണിമൂൺ ട്രിപ്പിനൊക്കെ പോയിട്ട് വാ. അതെ, ശബരിമലയിൽ ഉൾവനത്തി വെച്ച് കൊക്കയിലേക്ക് വീണ ആരോ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടല്ലോ. അയാൾക്ക് എങ്ങനെയുണ്ട് ഇപ്പോ? ആൾക്ക് സീരിയസ് ആണ്. അയാളൊന്ന് കാണാൻ പറ്റുമോ? ആരെയും കടത്തിവിടരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. 48 മണിക്കൂർ കഴിഞ്ഞിട്ട് അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്താൻ പറ്റും. അതുവരെ വിസിറ്റേഴ്സിനെ അകത്തോട്ട് കടത്തിവിടത്തില്ല. അല്ല, സാർ അയാളുടെ റിലേറ്റീവ് ആണോ? ഏയ് അല്ല, ഞങ്ങളൊരു പത്രത്തിൽ നിന്ന് വന്നതാ. അയാളുടെ എന്തെങ്കിലും ഡീറ്റെയിൽസ് കിട്ടിയോ? പോലീസ് അത് കളക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ സാറ് നമ്പർ തരുവാണെങ്കിൽ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടുമ്പോൾ അറിയിക്കാം. ആ, അത് വേണ്ട, ഞങ്ങൾ ഇങ്ങോട്ട് വന്നോളാം. അയാളുടെ പേര് സാഗർ എന്നാണ്. അത് ഡ്രൈവിംഗ് ലൈസൻസിൽ നിന്ന് കിട്ടിയതാ. ഇപ്പോ അതിലുള്ള അഡ്രസ്സ് വെച്ചിട്ടാണ് പോലീസ് അന്വേഷണം നടത്തുന്നത്. ശരി, എന്നാ ഞങ്ങൾ കഴിവതും നാളെ എത്താൻ നോക്കാം. ശരി സർ. എടാ മാർക്കോ, അവന്റെ പേര് സാഗർ എന്നാണല്ലോടാ. ആ, അത് നന്നായി. അപ്പോൾ അങ്ങനെ ഒരു പേരുകാരൻ ഐസിയുവിനകത്തായതും അയ്യപ്പസ്വാമിയുടെ ഇടപെടലും ഉണ്ടാ. ഐസിയുവിൽ കിടക്കുന്നവന് ബോധമൊന്നും ഇല്ലാത്തോണ്ട് അവൻ നടന്ന കാര്യങ്ങൾ ആരോടും പറയില്ലായിരിക്കും അല്ലേ? ഒന്നും അറിയില്ല, അവൻ അത്രയും താഴ്ചയിലേക്ക് വീണതല്ലേ. മിക്കവാറും അവൻ 48 hours താണ്ടി പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താണ്ടി പോവാതിരിക്കട്ടെ, അവനും ഉടലോടെ മുകളിലോട്ട് പൊയ്ക്കോട്ടെ. ഇവനൊക്കെ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? അങ്ങനെ തന്നെയാ വേണ്ടത്. നീ വാ. ഹലോ കണ്ണേട്ടാ. ഞങ്ങള് ദർശനമൊക്കെ കഴിഞ്ഞ് താഴെ വന്നു. ഒരു കുഴപ്പമില്ല കേട്ടോ, പോയ പോലെ തന്നെ മടങ്ങി വന്നേ. സത്യാണോ കണ്ണേട്ടാ? പിന്നെ ഞാൻ കള്ളം പറയാം തന്നോട്. പിന്നെ യാത്രക്കിടയിൽ വലിയ വലിയ ഒരുപാട് സംഭവങ്ങളുണ്ടായി. അതെന്താണെന്നൊക്കെ അവിടെ എത്തിയിട്ട് ഞാൻ പറയാം. ഞങ്ങള് മാക്സിമം സ്പീഡിൽ എത്തിക്കോളാം. ഞാൻ മഞ്ജുവിന്റെ വീട്ടിലാ. ഞങ്ങൾ അങ്ങോട്ട് തന്നെ വരുന്നേ. ശരിയടോ. ശരി കണ്ണേട്ടാ. കുഴപ്പമൊന്നുമില്ലല്ലോ. കണ്ണേട്ടനായിട്ടല്ലേ സംസാരിച്ചേ? അതെ, പോയ പോലെ തന്നെ മടങ്ങി വന്നെന്നാ പറഞ്ഞത്. പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ മാത്രം എന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടായെന്നും പറഞ്ഞു. അതിവിടെ വന്നിട്ടേ പറയുള്ളൂ എന്നും പറഞ്ഞു. കണ്ണേട്ടന്റെ ശബ്ദം കേട്ടല്ലോ. ഇനിയിപ്പൊ അതിനിടയിൽ എന്ത് സംഭവിച്ചാലെന്താ? ഞാൻ പറഞ്ഞില്ലേ കണ്ണേട്ടൻ സന്തോഷത്തോടെ മടങ്ങി വരുമെന്ന്. ഒരു കണക്കിന് ഇത്രയും റിസ്ക് എടുത്ത് മലയ്ക്ക് പോയത് നല്ലതായെടുത്തി. ഇവിടെ ഇരിക്കുമ്പോ കണ്ണേട്ടന് മറ്റുള്ളവരെ പേടിച്ച് നടക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണല്ലോ.
മല ചവിട്ടിയത് കൊണ്ട് അത്രയും നടന്നില്ലേ? അത് ശരിയാ മഞ്ജു പറഞ്ഞത്. തോമസ് സാറ് മല ചവിട്ടാൻ പോകുന്ന കാര്യം അറിഞ്ഞിട്ട് ആദ്യം പറഞ്ഞത് അത് നല്ലതാന്നാ. വേറൊന്നും കൊണ്ടല്ല. സ്വാമിയെ ദർശനം നടത്തുന്നത് പോലെ തന്നെ പുണ്യാണ് ഔഷധ സസ്യങ്ങൾ നിറഞ്ഞ വനത്തിലൂടെയുള്ള സഞ്ചാരം എന്ന് ഇടയ്ക്ക് സാർ ഓർമ്മിപ്പിച്ചിരുന്നു. എന്തായാലും വിളിച്ചല്ലോ. ഞാൻ സ്വപ്നത്തിൽ കണ്ടതുപോലെ ഭയന്നതുപോലെ ഒന്നും സംഭവിച്ചില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. ഇത് വലിയ കോയിൻസിഡൻസ് ആണല്ലോ. ഹോസ്പിറ്റലിൽ കിടക്കുന്നവന്റെ പേര് സാഗർ നായത്. ഇത് അത്ഭുതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അവന്റെ പേര് അങ്ങനെ ആയത് എന്തുകൊണ്ടും നന്നായി സാർ. ഇതിപ്പോ സാറിന്റെ ശത്രുക്കളുടെ ചിന്തയിൽ 2 പേര് മരിച്ചു. സാഗർ ഗുരുതരാവസ്ഥയിൽ ഹോസ്പിറ്റലിലാണ്. പക്ഷേ നമുക്കൊപ്പം 4ാമതൊരാൾ കൂടിയുണ്ടെന്ന് അവർക്കറിയാം. അപ്പോൾ ഇനി മരിച്ചവരിൽ നമ്മൾ 2 ആളും ഉണ്ടാവുന്നതായിരിക്കും അവരുടെ സംശയം. അതങ്ങ് തീർത്തു കൊടുക്കണ്ടേ സാറേ? എങ്ങനെ? സാറ് കണ്ടോ, ഞാനൊന്ന് ശബ്ദം മാറ്റി ആ മേഘനൊന്ന് വിളിക്കാൻ പോവാ. ഇതിലൊരു നമ്പർ കൂടിയുണ്ട്. ഇതെന്റെ അജ്ഞാത നമ്പറാ സാറേ. ആർക്കും അറിയത്തില്ല. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ പേരിലാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ടിനി നമ്പർ ചെക്ക് ചെയ്താലും എൻ്റെ പേര് വരില്ല. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. നോക്കാം. ഹലോ സാറേ, ഏൽപ്പിച്ച ജോലി ഭംഗിയായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. കണ്ണനും മാർക്കോയും പോയി. ഇപ്പോ ആശുപത്രി കിടക്കുന്നത് അവനാ, ആ സാഗർ. അവനെ മാത്രം തീർക്കാൻ പറ്റിയില്ല. പക്ഷേ അവനും വളരെ സീരിയസാ. മിക്കവാറും തീർന്നോളും. ആ, കൂടെ ഉണ്ടായിരുന്ന വേറൊരുത്തനുണ്ടല്ലോ, അവനാണിപ്പോ സാഗറിന് കൂട്ടിരിക്കുന്നത്. നന്നായിടാ മോനെ, നന്നായി. ആ എന്നാ പിന്നെ നീ കൂടുതൽ ഫോണിലൂടെ സംസാരിക്കണ്ട. ഇതെന്റെ വേറൊരു നമ്പറാ സാറേ, മറ്റൊരാളുടെ പേരിലെടുത്ത നമ്പർ. ആ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിലിട്ട് സാഗറിനെ അങ്ങ് തീർക്കണമെന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യത്തിൽ അത് ചെയ്യാൻ പോയാ ചിലപ്പോൾ അബദ്ധമായി പോവും. എടാ വേണ്ടടാ, വേണ്ട. അത് നമുക്ക് സാവകാശം ചെയ്യാം. ആ കണ്ണനും മാർക്കോയും പോയല്ലോ. മാർക്കോ ഇല്ലാത്തിടത്തോളം കാലം എനിക്ക് ഒരുത്തനെയും പേടിയില്ല, ആരെയും പേടിയില്ല. ആ സാഗരല്ലേ, അവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ആ ശരി സാർ, അപ്പോ വന്നിട്ട് കാണാം. കാണണം. പിന്നെ പൈസ ആയിട്ട് ഞാൻ കാത്തിരിക്കും. ശരി സാറേ, അപ്പോ സ്വാമിയെ ശരണമയ്യപ്പ. ഇപ്പൊ അവനെ വിളിച്ചതുകൊണ്ട് 2 ഗുണം ഉണ്ടായില്ലേ സാറേ? ഒന്ന്, നമ്മൾ 2 ആളും മരിച്ചുവെന്ന് അവൻ ഉറപ്പിച്ചു. അവനാണ് ഇതിന്റെ പിന്നിലെന്ന് നമ്മളും ഉറപ്പിച്ചു. ആ വൃത്തികെട്ടവനെ കാലെ പിടിച്ച് വലിച്ചു കീറുക വേണ്ടത്. ഇതിനുവേണ്ടി അവൻ വലിയ പണം വാരി എറിഞ്ഞു കാണുമല്ലോ. അവൻ മാത്രമായിരിക്കില്ല സാറേ, ആ പ്രതാപൻ എന്ന് പറയുന്ന ആളും പൈസ കൊടുത്തിട്ടുണ്ടാവും. എതിരാളികളെ ഇല്ലാതെയാക്കിയാൽ എത്ര പൈസ കൊടുക്കാനും തയ്യാറാണെന്ന് പ്രതാപൻ പറഞ്ഞാണ്. മേഘന് ജോലിയും കൂലിയും ഇല്ലാത്തതുകൊണ്ട് അവന്റെ കയ്യിൽ ഇഷ്ടത്തിന് പണം കാണത്തില്ല സാർ. അപ്പൊ പിന്നെ ഇവൻ പറഞ്ഞതുപോലെ പൈസ കൊടുത്ത് സഹായിച്ചത് പ്രതാപനായിരിക്കും. നമ്മൾ 2 ആളും മരിച്ചെന്നറിഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ ആഘോഷം തുടങ്ങുമായിരിക്കുമല്ലോ. ആഘോഷിക്കട്ടെ സാറേ, നന്നായിട്ട് ആഘോഷിക്കട്ടെ. ഇതിനു മുമ്പും അങ്ങനെ ആയിരുന്നല്ലോ. എത്രയോ തവണ സാറും മഹാലക്ഷ്മിയും മരിച്ചെന്നും പറഞ്ഞ് അവര് കേക്ക് മുറിച്ച് ആഘോഷിച്ചതാ. എന്നിട്ട് അതിന്റെ അവസാനം എന്താ സാറേ ഉണ്ടായത്?
അതുപോലെ തന്നെ ഇവിടെ സംഭവിക്കണം സാറേ. അവരൊക്കെ മാക്സിമം സന്തോഷിച്ച ശേഷമേ സാർ അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടാവൂ. ഞാൻ അങ്ങനെ തന്നെ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോ ഞാനും മറിഞ്ഞു കിടക്കണമല്ലേ? അവന്റെയൊക്കെ കണ്ണില് ഞാനിപ്പോ ഹോസ്പിറ്റലിലാണല്ലോ. അത് വേണോടാ. നീയും കുറച്ചു ദിവസം അവരുടെയൊക്കെ കണ്ണിൽപ്പെടാതെ നോക്കിക്കോണം. ഈ നാടകത്തിന്റെ ക്ലൈമാക്സില് നമ്മുടെ ശത്രുക്കൾ ആരെങ്കിലുമൊക്കെ നമ്മളെയൊക്കെ കണ്ടിട്ട് ഹാർട്ട് അറ്റാക്ക് ഒന്ന് തീരട്ടെ എന്ന് വെച്ചാ അതുപോലൊരു ഷോക്കാണ് സാറേ നമ്മൾ അവർക്ക് കൊടുക്കാൻ പോകുന്നത്. ഇനിയും ആ മേഘനെ ജീവിക്കാൻ അനുവദിക്കണോ ആർക്കും? അവന്റെ കൈയും കാലും തല്ലി ഒടിക്കേണ്ട സമയം കഴിഞ്ഞു സാറേ.